നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലെ കുറച്ച് ടോപ്പിക്കുകളാണ്. ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. നമ്മൾ ഫ്ലൂയിഡ് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു ഇക്വേഷനാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലോ റേറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ഇക്വേഷനാണ്. അതായത് A1 V1 ഈസ് ഈക്വൽ ടു A2 V2. A1 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പൈപ്പ് ലൈനിലൂടെയുള്ള ഫ്ലോ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെക്ഷൻ 1 ഒരു 1 എന്ന് പറയുന്ന പോർഷനിലെ കാര്യങ്ങളെല്ലാം ഡിനോട്ട് ചെയ്യുന്നതാണ് സഫിക്സ് 1 ഇട്ടുകൊണ്ട്. അതുപോലെ തന്നെ 2 എന്ന് പറയുന്ന അടുത്തൊരു സെക്ഷനിൽ നമ്മൾ കാണിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ 2 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇട്ടായിരിക്കും നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി അറ്റ് A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ അറ്റ് സെക്ഷൻ 1, V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി അറ്റ് സെക്ഷൻ 1, A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ അറ്റ് സെക്ഷൻ 2, V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി അറ്റ് സെക്ഷൻ 2. ഇപ്പൊ നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 V1 ഈസ് ഈക്വൽ ടു A2 V2 എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ. രണ്ടാമത് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള ഒരു തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെർണോളിസ് തിയറമാണ്. ബെർണോളിസ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ടാകുന്ന എനർജിയുടെ കൺസർവേഷനെ പറ്റിയിട്ടാണ് നമുക്ക് ബെർണോളിസ് തിയറം നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അതായത് ബെർണോളിസ് തിയറം ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1 ഡിവൈഡഡ് ബൈ റോ ജി പ്ലസ് V1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G പ്ലസ് Z1 ഈസ് ഈക്വൽ ടു P2 ഡിവൈഡ് ബൈ റോ ജി പ്ലസ് V2 സ്ക്വയർ ഡിവൈഡ് ബൈ 2G പ്ലസ് Z2 എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ്. ഇവിടെ നമുക്ക് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോമാണ്. P പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ GH ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ട് വരുമ്പോൾ കിട്ടുന്നതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ആ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമുക്ക് അവിടുത്തെ എനർജിയുടെ സമ്മാണ്. മീൻസ് പ്രഷർ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ഇതിന്റെ എല്ലാം സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 1 അതിന്റെ സം എന്ന് പറയുന്നത് സെക്ഷൻ 2 അതിന്റെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും. സോ നമ്മൾ ഇതാണ് ബെർണോളിസ് തിയറമായിട്ട് പറയുന്നത്. സോ ബെർണോളിസ് തിയറത്തിന്റെ ബേസിലാണ് നമ്മൾ 3 ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇക്വിപ്മെന്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതാണ് ഒന്ന് വെഞ്ചുറി മീറ്റർ, ഒൾഫീസ് മീറ്റർ, പിറ്റ്യൂട്ട് ട്യൂബ് എന്ന് പറയുന്ന 3 കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ നമ്മുടെ ബെർണോളിസ് ഇക്വേഷന്റെ 3 പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണ് വെഞ്ചുറി മീറ്റർ, ഒളിഫീസ് മീറ്റർ, അതുപോലെ തന്നെ പിറ്റ്യൂട്ട് ട്യൂബ് എന്ന് പറയുന്നത്. അതായത് ഇത് 3 നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലോ റേറ്റ് അതുപോലെ തന്നെ അതിന്റെ വെലോസിറ്റി എല്ലാം നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 3 ഡിവൈസ് നമുക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ നമ്മൾ ഫസ്റ്റ് വെഞ്ചുറി മീറ്ററിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകണം. വെഞ്ചുറി മീറ്ററിന്റെ ഒരു ഷേപ്പ് ഞാൻ നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്. ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ വെഞ്ചുറി മീറ്ററിന്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മീൻസ് നമുക്കൊരു ഇവിടെ നോക്കുക, നമുക്ക് ഇവിടുന്ന് ഒരു കൺവെർജ് ചെയ്ത് പോകുന്ന ഒരു പോർഷൻ ഉണ്ട്. അതുപോലെ തന്നെ ത്രോട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എത്തുന്നു. പിന്നെ ത്രോട്ടിൽ നിന്ന് അത് വീണ്ടും ഡൈവേർജ് ചെയ്ത് പോകുന്നു. സോ ഇത്രയും ഭാഗങ്ങൾ ചേർന്നതാണ് നമ്മുടെ ഒരു വെഞ്ചുറി മീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു പൈപ്പിനുള്ളിലുള്ള ഒരു ഫ്ലോയുടെ ഫ്ലോ റേറ്റ് നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ പൈപ്പിനെ ഏത് ഫ്ലോ ആണോ, അല്ലെങ്കിൽ ഏത് പൈപ്പിലൂടെയുള്ള ഫ്ലോ റേറ്റ് ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ആ പൈപ്പിനെ നമ്മൾ ഈ വെഞ്ചുറി മീറ്റർ ആയിട്ട് കണക്ട് ചെയ്യും. വെഞ്ചുറി മീറ്റർ എന്ന് പറയുന്ന ഈ 1 എന്ന് പറയുന്ന പോർഷനിലേക്ക് ആ പൈപ്പിന്റെ ഒരു ഇൻലെറ്റ് നമ്മൾ കണക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിന്റെ അപ്പുറത്തെ പോർഷനിലേക്ക് പൈപ്പിന്റെ ബാക്കി ഭാഗം നമ്മൾ കണക്ട് ചെയ്യുന്നു. സോ ഇൻ ബിറ്റ്വീൻ ദിസ് പൈപ്പ് നമുക്കൊരു വെഞ്ചുറി മീറ്റർ നമ്മൾ കണക്ട് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ അപ്സ്ട്രീമും ഡൗൺ സ്ട്രീം, അതായത് 1ഉം അതുപോലെ തന്നെ ഈ ത്രോട്ട് എന്ന് പറയുന്ന ഈ പോർഷന്റെ ഇടയിലായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? ഒരു യൂട്യൂബ് മാനോമീറ്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രഷർ മെഷറിംഗ് ഡിവൈസ് നമ്മൾ അവിടെ കണക്ട് ചെയ്യാണ്. സോ മോസ്റ്റ്ലി നമ്മുടെ പ്രോബ്ലം ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു യൂട്യൂബ് മാനോമീറ്റർ ആയിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഇതിന്റെ ഡെറിവേഷൻ പാർട്ട് കുറച്ചുകൊണ്ട് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എങ്കിലും ജസ്റ്റ് ഞാനൊന്ന് ടച്ച് ചെയ്ത് പോവാണ്. കാരണം നമുക്ക് എക്സാമിന് വരുമ്പോൾ നിങ്ങൾ കൂടുതലും അതിലെ ഏറ്റവും അവസാനത്തെ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ് മോസ്റ്റ്ലി നമ്മുടെ ഡിപ്ലോമ സ്റ്റുഡൻസിന് ചോദിക്കുന്ന എക്സാംസ് പ്രോബ്ലംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ നമുക്കറിയാം ഫസ്റ്റ് നമ്മുടെ വെഞ്ചുറി മീറ്റർ എല്ലാം വർക്ക് ചെയ്യുന്നത് എന്താണ്? ബെർണോളിസ് ഇക്വേഷൻ വെച്ചിട്ടാണ്.
സോ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ബെർണോളിസ് ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് P1 ഡിവൈഡ് ബൈ റോ ജി പ്ലസ് V1 സ്ക്വയർ ഡിവൈഡ് ബൈ 2G പ്ലസ് Z1 ഈസ് ഈക്വൽ ടു P2 ഡിവൈഡ് ബൈ റോ ജി പ്ലസ് V2 സ്ക്വയർ ഡിവൈഡ് ബൈ 2G പ്ലസ് Z2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ് നമ്മുടെ ബെർണോളിസ് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് Z1 Z2 എന്ന് പറയുന്ന രണ്ട് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൈപ്പ് ഹൊറിസോണ്ടൽ ആയിട്ടാണ് നിൽക്കുന്നത് അതിൽ ചരിഞ്ഞൊന്നുമല്ല, ജസ്റ്റ് ഹൊറിസോണ്ടൽ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിന് ഒരു ഡേറ്റം സർഫസ് അല്ലെങ്കിൽ ഒരു റെഫറൻസ് ലൈനിൽ നിന്നിട്ടുള്ള അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഹൈറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് Z1 ഈസ് ഈക്വൽ ടു Z2 എന്ന് പറയുന്നത് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ അത് ഈക്വൽ ടു അപ്പുറം ഇപ്പുറം നിൽക്കുന്നതുകൊണ്ട് അത് രണ്ടും ക്യാൻസൽ ആയി പോകും. ബാക്കി നമുക്ക് വരുന്ന ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ എനർജിയും കൈനറ്റിക് എനർജിയും മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ദാറ്റ് മീൻസ് P1 ഡിവൈഡ് ബൈ റോ ജി പ്ലസ് V1 സ്ക്വയർ ഡിവൈഡ് ബൈ 2G ഈസ് ഈക്വൽ ടു P2 ഡിവൈഡ് ബൈ റോ ജി പ്ലസ് V2 സ്ക്വയർ ഡിവൈഡ് ബൈ 2G എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ. അത് നമ്മൾ പ്രഷർ എനർജീനെയും അതുപോലെ തന്നെ കൈനറ്റിക് എനർജീനെയും കൂടെ നമ്മൾ ഒരു സൈഡിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവരികയാണ്. ഓക്കെ, സോ നമ്മുടെ അതിനെ നമ്മൾ ഒരു സൈഡിലോട്ട് കൊണ്ടുവന്നു. അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. P2 മൈനസ് P1 മൈനസ് P2 ഡിവൈഡ് ബൈ റോ ജി എന്ന് പറയുന്നത് ഇസ് ദ ഡിഫറൻസ് ഓഫ് പ്രഷർ ഹെഡ് അറ്റ് സെക്ഷൻ 1 ആൻഡ് 2. രണ്ട് പ്രഷർ എനർജിയുടെ രണ്ട് പോയിന്റിലെ ഡിഫറൻസ് ആണ്. സോ അതിനെ നമുക്ക് എച്ച് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. സ്മോൾ ലെറ്റർ എച്ച് എന്ന് പറഞ്ഞാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ P1 മൈനസ് P2 ഡിവൈഡ് ബൈ റോ ജി ഈസ് ഈക്വൽ ടു V2 സ്ക്വയർ ഡിവൈഡ് ബൈ 2G മൈനസ് V1 സ്ക്വയർ ഡിവൈഡ് ബൈ 2G. തൊട്ട് പറയുന്ന സ്ലൈഡ് നമ്മൾ അതിനെ കണ്ടു. സോ നമുക്കിവിടെ അപ്പോ ഇതെന്തായിരിക്കും ഈ P1 മൈനസ് P2 ഡിവൈഡ് ബൈ റോ ജിനെ നമ്മൾ എച്ച് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ എച്ച് ഈസ് ഈക്വൽ ടു V2 സ്ക്വയർ ഡിവൈഡ് ബൈ 2G മൈനസ് V1 സ്ക്വയർ ഡിവൈഡ് ബൈ 2G. അതിനകത്ത് നമുക്ക് ഇവിടെയുള്ള ഈ V1ന് നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുക്കുകയാണ്. അതായത് നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ, ഞാൻ മുമ്പേ പറഞ്ഞ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്നാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? A1 V1 ഈസ് ഈക്വൽ ടു A2 V2 എന്ന് പറയുന്ന ഇക്വേഷനാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. അതിനകത്ത് V1 എന്ന് പറയാൻ നമുക്കറിയാം ഈ V1നെ ഒറ്റയ്ക്ക് നിർത്തിക്കൊണ്ട് A1നെ ഇതുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? V1ന്റെ വാല്യൂ ആണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് V1 ഈസ് ഈക്വൽ ടു A2 V2 ഡിവൈഡഡ് ബൈ A1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ V1നെ നമ്മൾ എവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ഈ ഒരു എക്സ്പ്രഷനകത്തോട് കൊണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എച്ചിന്റെ വാല്യൂ തൊട്ട് പുറകത്തെ 6.6 എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനുള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ എച്ച് ഈസ് ഈക്വൽ ടു V2 സ്ക്വയർ ഡിവൈഡ് ബൈ 2G മൈനസ് ഈ V1ന്റെ സ്ഥാനത്ത് ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ A2 V2 ഡിവൈഡ് ബൈ A1 ഇത് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G എന്ന് പറയുന്ന ആ ഒരു വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, അത് നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ്. ജസ്റ്റ് നമ്മുടെ എന്ത് വരും? V2 സ്ക്വയർ ഡിവൈഡ് ബൈ 2G മൈനസ് A2 V2 ഡിവൈഡഡ് ബൈ A1 V1 മീൻസ് അത് സ്ക്വയർ ആണ് ഇൻറ്റു 2G എന്ന് പറയുന്ന ഒരു ഇതാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് ഈ V2 സ്ക്വയർ ഡിവൈഡ് ബൈ 2G എന്ന് പറയുന്ന ഈ രണ്ട് ടേബിളുണ്ട്. സോ V2 സ്ക്വയർ ഡിവൈഡ് ബൈ 2G നമ്മൾ കോമൺ ആയിട്ട് വെളിയിലോട്ട് എടുക്കുന്നു. ദാറ്റ് മീൻസ് 1 മൈനസ് A2 സ്ക്വയർ ഡിവൈഡഡ് ബൈ A1 സ്ക്വയർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതിനകത്ത് നമ്മൾ ഒരുമിച്ച് ഇതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. V2 സ്ക്വയർ ഡിവൈഡ് ബൈ 2G ഇൻറ്റു A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ ഡിവൈഡഡ് ബൈ A1 സ്ക്വയർ എന്ന് പറയും. സോ നമ്മുടെ V2 സ്ക്വയർ എന്ന് പറയുന്നത് എന്തുമായിരിക്കും? V2 സ്ക്വയറിനെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പുറത്ത് കിടക്കുന്ന എച്ചിനെ ഇപ്പുറത്തോട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ V2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2GH ഇൻറ്റു A1 സ്ക്വയർ ഡിവൈഡ് ബൈ A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടും. സോ ഇതിനകത്തുനിന്ന് V2നെ നമ്മൾ കൊണ്ടുവരികയാണ്. V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റൂട്ട് നമ്മൾ എടുക്കും. V2 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2GH ഇൻറ്റു A1 സ്ക്വയർ ഡിവൈഡ് ബൈ A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ എന്ന് വരും. സോ ഫൈനലായിട്ട് നമുക്ക് വരുന്ന ഇതിനെല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്തെടുക്കുമ്പോൾ A1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 2GH എന്ന് പറയും. സോ അതിനകത്ത് നമ്മുടെ ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഫ്ലോ റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ തന്നെയാണ്. മീൻസ് ഫ്ലോ റേറ്റ് എന്നാണ്? ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ എടുത്താൽ മതി. നമുക്കൊരു ഔട്ട്ലെറ്റിന്റെ കണ്ടീഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്ലെറ്റ് ആണ്. സോ ഔട്ട്ലെറ്റിന്റെ കണ്ടീഷൻ നമ്മൾ എടുക്കുമ്പോഴത്തേനും A2 ഇൻറ്റു V2. സോ നമ്മൾ തൊട്ട് മുകളിലത്തെ എക്സ്പ്രഷനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? ഇവിടെ V2 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ V2ന്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? A2 മൾട്ടിപ്ലൈ ചെയ്യുന്നു. കാരണം V2 എന്ന് പറയുന്നത് എക്സിറ്റിലെ
വെലോസിറ്റി ആണ്. അപ്പൊ എക്സിറ്റിലെ ഏരിയ വെച്ച് നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് A2 ഇൻറ്റു A1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 2GH. സോ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് A1 A2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 2GH. സോ ഇതാണ് നമ്മുടെ വെഞ്ചുറി മീറ്ററിന്റെ ഫ്ലോ റേറ്റ് അല്ലെങ്കിൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള തിയററ്റിക്കൽ ഇക്വേഷൻ. നമുക്ക് തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കത്തില്ല നമ്മൾ ഒരു ആക്ച്വൽ കേസിലേക്ക് നമുക്ക് വരുമ്പോൾ. ആക്ച്വൽ കേസിലേക്ക് നമുക്ക് ആ ഇക്വേഷൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കോഎഫിഷ്യന്റ് ഓഫ് വെഞ്ചുറി മീറ്റർ എന്ന് പറയുന്നത് CD എന്ന് പറയുന്ന ഒരു വാല്യൂ കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് CD വാല്യൂ നമുക്ക് ക്വസ്റ്റിന് തരും. സോ Q ആക്ച്വൽ അല്ലെങ്കിൽ ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CD ഇൻറ്റു A1 A2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 2GH എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. സോ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കണം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ പ്രോബ്ലങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞു Q ആക്ച്വൽ ഈസ് ഈക്വൽ ടു CD ഇൻറ്റു A1 A2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 2GH. ഇതിൽ ഈ Hന്റെ വാല്യൂ എന്താണ്? ബാക്കിയെല്ലാം നമുക്ക് ക്വസ്റ്റിന് തരും. CD കോഎഫിഷ്യന്റ് ഓഫ് വെഞ്ചുറി മീറ്റർ നമുക്ക് ക്വസ്റ്റിന് തരും. ഏരിയ അറ്റ് ഇൻലെറ്റ് നമുക്ക് ക്വസ്റ്റിന് തരും. ഏരിയ അറ്റ് ഔട്ട്ലെറ്റ് അത് ഡയമീറ്റർ തന്നു കഴിഞ്ഞാൽ നമുക്ക് π/4 d² വെച്ച് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ G എന്ന് പറയുന്നത് നമുക്ക് ഗ്രാവിറ്റി ആണ് 9.819. ഇതിൽ H മാത്രമേ നമുക്ക് ഒരു അൺനോൺ ആയിട്ടുള്ളൂ. ചിലപ്പോൾ H ഡയറക്റ്റ് ക്വസ്റ്റിന് തരത്തില്ല. സോ അങ്ങനെ വരുന്ന കണ്ടീഷനിൽ H കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ X എന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ വെഞ്ചുറി മീറ്ററിന്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു യൂട്യൂബ് മാനോമീറ്റർ കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ യൂട്യൂബ് മാനോമീറ്റർ കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം പ്രഷർ ഡിഫറൻസിനനുസരിച്ച് യൂട്യൂബ് മാനോമീറ്ററിൽ അതിനുള്ളിലുള്ള ഫ്ലൂയിഡ് റൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യും. അതായത് ഫ്ലൂയിഡ് പൊങ്ങുകയും താങ്ങുകയും ഒക്കെ ചെയ്യും. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ ആ ഫ്ലൂയിഡിന്റെ റൈസ് ആണ് ഈ കാണിച്ചത്. അത് ലിക്വിഡ് റൈസ് ആണ് X എന്ന് പറഞ്ഞ് കാണിച്ചത്. ചില പ്രോബ്ലത്തിന് നമുക്ക് ലിക്വിഡ് റൈസ് തരും. അതായത് ഇൻസൈഡ് ദ യൂട്യൂബ് മാനോമീറ്റർ ലിക്വിഡ് റൈസ് എന്ന് പറഞ്ഞ് ക്വസ്റ്റിന് തരും. സോ ആ വാല്യൂ ആണ് X എന്ന് പറഞ്ഞെടുക്കുന്നത്. ഇത് നമ്മളിവിടെ പ്രോബ്ലത്തിന് നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി, അതായത് മോസ്റ്റ്ലി നമ്മുടെ യൂട്യൂബ് മാനോമീറ്ററിലെ എല്ലാം ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെർക്കുറി ആണ്. ആ മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13.6 ആണ്. അത് നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു അത് വാട്ടറിന്റെയും അതുപോലെ തന്നെ മെർക്കുറിയുടെ ഒക്കെ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ നമുക്ക് വാട്ടറുമായിട്ട് കണക്ട് ചെയ്യും. മീൻസ് നമ്മുടെ യൂട്യൂബ് മാനോമീറ്റർ ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ യൂട്യൂബ് മാനോമീറ്റർ റൈസ് നമുക്ക് ക്വസ്റ്റിന് തരുമ്പോഴത്തേനും യൂട്യൂബ് മാനോമീറ്ററിനുള്ളിലുള്ള ഫ്ലൂയിഡിനേക്കാൾ കുറവാണ് പൈപ്പിനുള്ളിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആയിരിക്കും. സ്പെസിഫിക് ഗ്രാവിറ്റി ക്വസ്റ്റ്യൻ തരും. ഇപ്പം ഫോർ എക്സാമ്പിൾ 0.8 ആണ് നമ്മുടെ പൈപ്പിനുള്ളിലൂടെ ഒഴുകുന്ന സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് വിചാരിക്കുക. ഫ്ലൂയിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് വിചാരിക്കുക. യൂട്യൂബ് മാനോമീറ്ററിനുള്ളിലെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂയിഡിന്റെ മെർക്കുറി ആണെങ്കിൽ അതിന്റെ 13.6 ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ഡിഫറൻസ് നോക്കാം. മീൻസ് ഏതാണ് വലുത് നോക്കുക. അപ്പൊ യൂട്യൂബ് മാനോമീറ്ററിനുള്ളിലുള്ള ഫ്ലൂയിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് കൂടുതലെങ്കിൽ നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ യൂസ് ചെയ്യും. H ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു SH ഡിവൈഡഡ് ബൈ SO-1. SH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെർക്കുറി യൂട്യൂബ് മാനോമീറ്ററിനുള്ള ഫ്ലൂയിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. SO എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈപ്പിനുള്ളിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. ഇനി എല്ലാം നേരെ തിരിച്ചാണ്. പൈപ്പിനുള്ളിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലും യൂട്യൂബ് മാനോമീറ്ററിനുള്ളിലുള്ള ഫ്ലൂയിഡ് മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് അതിനേക്കാൾ കുറവെങ്കിൽ നമ്മൾ ഈ രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്യണം. സോ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് H കിട്ടും. ആ കിട്ടുന്ന H നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇക്വേഷനകത്തോട് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോബ്ലം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു. ഇതിന്റെ പ്രോബ്ലം ചെയ്യുന്നത് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.